പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു തിങ്കളാഴ്ചയിലേക്ക് അല്ലേ, ദിവസങ്ങളൊക്കെ എന്ത് പെട്ടെന്നാണ് പോകുന്നത് അല്ലേ. ശരിക്കും ദൈവമേ, ദിവസങ്ങളെ ഓർത്ത് കർത്താവെ, പ്രത്യേകിച്ച് +1 +2 പഠിക്കുന്ന കുട്ടികളെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. പ്രത്യേകിച്ച് ഹൈസ്കൂളിലേക്കൊക്കെ അവർ കയറുമ്പോൾ അവർ വലിയ കുട്ടികളായെന്നുള്ളൊരു ചിന്ത, അതായത് തിന്മയ്ക്ക് പെട്ടെന്ന് അവർ കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ജഡത്തിൻ്റെ ഒരു സ്പിരിറ്റ് വരുന്നൊരു കാലഘട്ടം കൂടിയാണ് ആ ഒരു ടീനേജിലേക്കൊക്കെ വരുന്ന സമയം. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി യുവതിയുവാക്കന്മാർ, അത് ശരീരത്തിൻ്റെ വിശുദ്ധി, കണ്ണിൻ്റെ വിശുദ്ധി, കാതുകളുടെ വിശുദ്ധിക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് മാതാപിതാക്കളും പ്രിയപ്പെട്ടവരൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ഒപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി കണ്ണിൻ്റെ വിശുദ്ധി പാലിക്കാൻ, കാതിൻ്റെ വിശുദ്ധി പാലിക്കാൻ, ഹൃദയത്തിൻ്റെ വിശുദ്ധി പാലിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും എല്ലാ മക്കൾക്കും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അതുകൊണ്ട് തന്നെ റോമ 8:8 അവിടെ വചനം പറയാണ്, ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. എന്താണ് ജഡിക? അതായത് ലോകമാണ് നിൻ്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ തൊട്ടു വിളിച്ചെന്നാൽ ലോകത്തെ കൈവിട്ടു പോയി. ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ ഈ ലോകമാണ് ഏകം, ഈ ലോകമാണ് സത്യം എന്ന് കരുതി ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അവർ ചിലപ്പോൾ പള്ളിയിലെ ഒന്നാമത്തെ ആളായിരിക്കും, അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ ഒന്നാമത്തെ ആളായിരിക്കും, അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ഒന്നാമത്തെ ആളായിരിക്കും, അല്ല സമുദായമില്ലേ യൂണിറ്റും അങ്ങനെ, അല്ലെങ്കിൽ എല്ലാത്തിലും ഒന്നാമത്തെ ആളായിരിക്കും, അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടെ ഒന്നാമത്തെ ആളായിരിക്കും, ചാരിറ്റിയിൽ ഒന്നാമത്തെ ആളായിരിക്കും. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, നീ ജഡികനായിട്ടാണ് ജീവിക്കുന്നത്. നിനക്ക് ലോകത്തെ പ്രസാദിപ്പിക്കാൻ പറ്റും, മറ്റുള്ളവരെ നിൻ്റെ കൂടെ നിർത്താൻ പറ്റും, പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. ഞാൻ ലോകത്തിൻ്റെ കയ്യടിക്കാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, അതോ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ വിലയുള്ളവനാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, വചനം ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്, ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിക്കുക സാധ്യമല്ല. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ കുറേ ജഡത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് കർത്താവേ. ആ പ്രവണതകളെ മനസ്സിലാക്കാനും ഈശോയ്ക്ക് നൽകാനും ഈശോയുടെ ശക്തിയാൽ ആ ജഡപ്രവണതകളെ അതിജീവിക്കാനും വേണ്ട ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ആ ഒരു കൃപ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനും ഓരോ മകൾക്കും സമൃദ്ധമായിട്ട് നൽകണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.